വിഖ്യാത ചലച്ചിത്രകാരൻ റോബർട്ട് സിയോൺമാക്കിന്റെ 1946 പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്റ്ററി ചലച്ചിത്രമാണ് ദ സ്പൈറൽ സ്റ്റെയർകേസ്. മെൽ ഡിനെല്ലിയാണ് ഇതിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഈതൽ ലീന വൈറ്റിന്റെ സംവാച്ച് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം വരുന്നത്. ചിത്രത്തിന്റെ കഥയിലേക്ക് വരുമ്പം 1906 വെർമോണ്ട് ഗ്രാമം, അവിടെ ഒരു സത്രത്തിൽ ഒരു നിശബ്ദ ചലച്ചിത്രം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ദൃശ്യഭംഗി വേണ്ടുവോളം ആസ്വദിച്ചിരിക്കുന്ന ഊമയായ ഹെലൻ ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിനിടെ മുടന്തയായ ഒരു സ്ത്രീ തന്റെ മുറിയിൽ ചെന്ന് വസ്ത്രം മാറുന്നതിനിടെ അവിടെ പതിഞ്ഞിരുന്ന ഒരാൾ അവരെ കഴുത്തിൽ ഞെരിച്ച് കൊന്നുകളയുന്നു. ആ ഗ്രാമത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കൊലപാതക പരമ്പരയുടെ 3ാമത്തെ കണ്ണിയായിരുന്നു അവർ. ആ ഗ്രാമത്തിലെ തന്നെ പ്രഭു കുടുംബമായ വാരൻ കുടുംബത്തിലെ കിടപ്പിലായ മിസ്സിസ് വാരനെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് ഊമയായ ഹെലന്റേത്. ആ ഗ്രാമത്തിലെ തന്നെ ഡോക്ടറായ പാലിയുമായി അവൾ പ്രണയത്തിലാണ്. ഈ കൊലപാതക വിവരമറിഞ്ഞ ഡോക്ടർ പാലി സംഭവ സ്ഥലത്ത് എത്തുകയും തന്റെ പ്രിയതമയെ സംരക്ഷിക്കാനായി വാരൻ ഹോംസിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. യാത്രാമധ്യേ ഒരു പയ്യൻ വന്ന് ഡോക്ടറുടെ അടുക്കൽ പറയുന്നു, എന്റെ അച്ഛൻ മരണശയ്യയിൽ കിടക്കുകയാണ്, ഡോക്ടർ എത്രയും വേഗം വന്ന് അച്ഛനെ ചികിത്സിക്കണം. ആ പയ്യന്റെ ദയനീയ അവസ്ഥയെ മാനിച്ച് ഡോക്ടർ ആ പയ്യന്റെ കൂടെ യാത്ര തിരിക്കുന്നു. പിന്നീട് ഹെലൻ നടന്ന് വാരൻ ഹോംസിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് വലിയ കാറ്റും കോളും ഉണ്ടാകുന്നു, ശക്തമായ മഴ പെയ്യുന്നു. ആ യാത്രക്കിടെ പതിഞ്ഞിരിക്കുന്ന അപകടം എന്തെന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല. കൊലപാതകിയുടെ കണ്ണുകൾ അവളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളരെ ദുർഘടം പിടിച്ച ആ യാത്രയിൽ എങ്ങനെയൊക്കെയോ ഹെലൻ വാരൻ ഹോംസിൽ എത്തിച്ചേരുന്നു. പരേതനായ മിസ്റ്റർ വാരന്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന മകനാണ് ആൽഫ്രഡ്. സൗമ്യനായ ആൽഫ്രഡ് ഒരു പ്രൊഫസറാണ്. മിസ്റ്റർ വാരന്റെ 2ാമത്തെ ഭാര്യയിലുണ്ടായ മകനാണ് സ്റ്റീവൻ. സ്റ്റീവൻ ഒരു സ്ത്രീലമ്പടനും ആരെയും വെറുപ്പിക്കുന്ന സ്വഭാവക്കാരനുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മകനായ സ്റ്റീവനെ മിസ്സിസ് വാരന് തീരെ താല്പര്യമില്ലായിരുന്നു. ഇവരെ കൂടാതെ വേലക്കാരായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓട്സ്. മിസ്റ്റർ ഓട്സ് വീട്ടിലെ ആവശ്യങ്ങൾക്കായി മിക്കവാറും തന്നെ പുറത്തേക്ക് പോകുമായിരുന്നു. മിസ്സിസ് ഓട്സ് അടുക്കള കാര്യങ്ങൾ നോക്കി നടത്തും. അവരെപ്പോഴും മദ്യപിക്കുന്ന പ്രകൃതക്കാരിയാണ്. മദ്യപിച്ചാലേ അവർക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു ഉത്സാഹമുള്ളൂ. പിന്നെ അവരുടെ വളർത്തു നായ കാസ്പർ. പിന്നെ ആൽഫ്രഡിന്റെ സെക്രട്ടറിയായ ബ്ലാഞ്ചെ. ഈ ബ്ലാഞ്ചയുമായി സ്റ്റീഫന് ചില വഴിവിട്ട ബന്ധമൊക്കെയുണ്ട്. മിസ്സിസ് വാരനെ ചികിത്സിക്കാനെത്തിയ നേഴ്സ് ബാർക്കർ. നേഴ്സ് ബാർക്കറുടെ രീതികളൊന്നും മിസ്സിസ് വാരനെ തീരെ പിടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു നോക്കുകുത്തിയുടെ ജോലിയേ ഉള്ളായിരുന്നുള്ളൂ. ഹെലന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും നിഷ്കളങ്കതയും ഒക്കെ മിസ്സിസ് വാരന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മകളോട് കാണിക്കുന്ന ഒരു താല്പര്യവും സ്നേഹവും കരുതലും ഒക്കെ മിസ്സിസ് വാരൻ ഹെലനോട് കാണിച്ചിരുന്നു. മിസ്സിസ് വാരൻ മിക്കവാറും തന്നെ അബോധാവസ്ഥയിലായി പോകും. അവർക്ക് ബോധം തിരിച്ചു കിട്ടാനായി ഈതർ ഉപയോഗിച്ചിരുന്നു. ഈതർ മണപ്പിക്കുമ്പോഴാണ് അവർക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. ഇങ്ങനെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ഹെലൻ തന്നെയായിരുന്നു. എന്നും തന്നെ ആരും കാണാതെ കണ്ണാടിയുടെ മുൻപിൽ പോയി ഹെലൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അന്ന് രാത്രിയും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് സ്ക്രീനിൽ 2 കാലുകൾ തെളിയുന്നു. കൊലപാതകി എങ്ങനെയോ ആ വീട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. കൊലപാതകിയുടെ കണ്ണുകൾ ഹെലനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു.
കൊലപാതക പരമ്പര തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പോലീസ് അന്വേഷണം ശക്തമാക്കുന്നു. വൈകല്യമുള്ള സ്ത്രീകളെയാണ് കൊലപാതകി ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് പോലീസ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ വാരൻ ഹോംസിൽ എത്തുകയും ഹെലന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ആൽഫ്രഡിനോട് പറയുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള സംസാരത്തിനിടെ സ്റ്റീഫനും ബ്ലാഞ്ചയുമായിട്ടുള്ള അവിഹിത ബന്ധം കോൺസ്റ്റബിൾ കാണുവാനിടയായി. അതിനെ തുടർന്ന് കോൺസ്റ്റബിൾ സ്റ്റീവനെ ചോദ്യം ചെയ്യുന്നു. ഉത്തരങ്ങളിലെ അവ്യക്തതയും അയാളുടെ സ്വഭാവ ദൂഷ്യം കാണുകയും കൂടി ചെയ്തതിനാൽ കോൺസ്റ്റബിൾ സ്റ്റീവനെ സംശയിക്കാൻ തുടങ്ങുന്നു. കോൺസ്റ്റബിളിൻ്റെ ഈ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ ആൽഫ്രഡ് കോൺസ്റ്റബിൾ പോയതിനു ശേഷം സ്റ്റീഫനെ ശാസിക്കുന്നു. ആൽഫ്രഡ് പറയുന്നു, നമ്മുടെ അച്ഛന് നമ്മുടെ രണ്ടുപേരെയും ഇഷ്ടമില്ലായിരുന്നു. കാരണം നമ്മൾ പരിക്കന്മാരായതിനാലാണ്. അച്ഛനെ പോലെ ധീരരും തൻ്റേടുകളുമായിട്ടുള്ള മക്കളെയാണ് അയാൾ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഏറെക്കുറെ ഇപ്പോൾ അച്ഛനെ പോലെ ആകാൻ ശ്രമിക്കുന്നു. പക്ഷേ നീയോ? നീ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാണ്. നീ ഇവിടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നതിലും നല്ലത് നീ ഇവിടുന്ന് പോകുന്നതല്ലേ. ഇങ്ങനെയുള്ള ആൽഫ്രഡിൻ്റെ വാക്കുകൾ സ്റ്റീവനെ വല്ലാണ്ട് പ്രകോപിതനാക്കുന്നു. സ്റ്റീഫന്റെ മോശ സ്വഭാവം മനസ്സിലാക്കിയതിനാലായിരിക്കണം ആൽഫ്രഡിന്റെ സെക്രട്ടറിയായ ബ്ലാഞ്ചയുമായിട്ടുള്ള ബന്ധം അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. മിസ്സിസ് വാരൻ വളരെയധികം ദീർഘവീക്ഷണമുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏറെക്കുറെയൊക്കെ മിസ്സിസ് വാരൻ മനസ്സിലാക്കി വെച്ചിരുന്നു. അവർ ഹെലനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, നീ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകണം. ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. മിസ്സിസ് വാരൻ്റെ ഇങ്ങനെയുള്ള വാക്കുകൾ ഹെലനെ വല്ലാണ്ട് പരിഭ്രമപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും കാരണം അവൾ അവിടുന്ന് പോകാൻ തയ്യാറാവുന്നില്ല. അല്പസമയത്തിന് ശേഷം മിസ്സിസ് വാരന്റെ ബോധം വീണ്ടും നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് ഹെലൻ ഈദർ അന്വേഷിക്കാനായി ഈദർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഈദർ കാണുന്നില്ല. അവൾ പെട്ടെന്ന് ഭയപ്പെട്ട് വീട്ടിലുള്ള എല്ലാവരെയും വിവരം അറിയിക്കുന്നു. അതേസമയം തന്നെ മിസ്സിസ് ഓട്സ് കുടിക്കാനായി വെച്ചിരുന്ന അവരുടെ മദ്യവും കാണാതെ പോയി. ആരായിരിക്കും ഇതെല്ലാം എടുത്തത്? അങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി. എല്ലാവരും ഭയപ്പെടാനും തുടങ്ങി. ഇതിനിടെ കോൺസ്റ്റബിൾ പറഞ്ഞ വാക്കുകൾ കേട്ട ആൽഫ്രഡ് ഹെലനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും കുടുംബത്തിൽ ഒരുക്കാൻ തുടങ്ങി. ഈദർ കാണാതെ പോയതിനാൽ ആൽഫ്രഡ് മിസ്റ്റർ ഓട്സിനെ പുറത്ത് ആ രാത്രിയിൽ തന്നെ എവിടുന്നേലും ഈദർ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് നിർബന്ധം പറഞ്ഞ് പുറത്തേക്ക് വിടുന്നു. ഈദർ വരാൻ താമസിക്കുന്നതിനാൽ തൽക്കാലത്തേക്ക് മദ്യം ഉപയോഗിക്കാമെന്ന് ആൽഫ്രഡ് മനസ്സിലാക്കുന്നു. അതിനായി അയാൾ മിസ്സിസ് ഓട്സിനെയും കൂട്ടി താഴെ ബേസ്മെന്റിലേക്ക് പോകുന്നു. ഒരു വലിയ സർപ്പിള ഗോവണിയിലൂടെ താഴേക്ക് ഇറങ്ങിയാണ് ബേസ്മെന്റിൽ എത്തിച്ചേരുന്നത്. അവിടെ വളരെ ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ മിസ്സിസ് ഓട്സ് ഒരു മെഴുകുതിരി വെളിച്ചം കാട്ടിയാണ് ആൽഫ്രഡിനെ നയിക്കുന്നത്. താഴെ ബേസ്മെന്റിലെത്തി അയാൾ മദ്യം എടുക്കുന്നതിനിടെ സൂത്രത്തിൽ മിസ്സിസ് ഓട്സ് മെഴുകുതിരി താഴെ ഇടുന്നു. ആ സമയം ആൽഫ്രഡ് മെഴുകുതിരി എടുക്കുന്ന സമയം നോക്കി വളരെ തന്ത്രപൂർവം അവർ ഒരു മദ്യക്കുപ്പി എടുത്ത് അവരുടെ കീശയിൽ ഒളിപ്പിക്കുന്നു. ഇതിനിടെ എങ്ങനെയോ മിസ്സിസ് വാരന് ബോധം തെളിയുന്നു. ബോധം തെളിയുമ്പോൾ അവർ വീണ്ടും ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അവർ വല്ലാണ്ട് പരിഭ്രമിച്ചിരിക്കുകയാണ്. അവർ സ്റ്റീവനെ അടുത്ത് വിളിപ്പിക്കുന്നു. സ്റ്റീവനോട് പറയുന്നു, നീ ഒരു പിശാചാണ്, നിനക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട്. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ദുർമരണങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നീ എൻ്റെ മകനാണെങ്കിൽ പോലും ഈ കുടുംബത്തിൽ നീ നിൽക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകൂ. ജ്യേഷ്ഠൻ പറഞ്ഞതിന് ശേഷം അമ്മയുടെയും ഇതുപോലുള്ള വാക്കുകൾ സ്റ്റീവനെ വല്ലാണ്ട് പ്രകോപിതനാക്കുന്നു. അയാൾ ആ ദേഷ്യമെല്ലാം അയാളുടെ കാമുകിയായ ബ്ലാഞ്ചയുടെ മുമ്പിൽ ഇറക്കുന്നു. മിസ്സിസ് വാരൻ ഹെലനും ഡോക്ടർ പാരിയുമായുള്ള പ്രണയബന്ധം ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ആൽഫ്രഡിനെ വിളിച്ച് ഡോക്ടർ പാരിയെ പെട്ടെന്ന് അവിടെ കൊണ്ടുവരണമെന്നും എന്നെ ചികിത്സിക്കാൻ ഡോക്ടർ പാരിക്കേ കഴിയൂ എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുന്നു. മിസ്സിസ് വാരന്റെ വാക്കുകൾക്ക് ആ കുടുംബത്തിൽ അത്രയും വിലയുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ആൽഫ്രഡ് ഡോക്ടർ പാരിയെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു. ഡോക്ടർ പാരി വന്നതിന് ശേഷം മിസ്സിസ് വാരൻ സംഭവത്തിന്റെ ഗൗരവമെല്ലാം അയാളെ അറിയിക്കുന്നു.
അതിന്റെ തീവ്രത മനസ്സിലാക്കി അയാൾ മിസ്സിസ് വാരൻ ഉറപ്പ് കൊടുക്കുന്നു, ഞാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഹെലനെ തിരിച്ചു കൊണ്ടുപോയേക്കാം. അത് മാത്രമല്ല, അവൾക്ക് സംസാരശേഷി വീണ്ടും കിട്ടുവാൻ അവളെ ഞാൻ ബോസ്റ്റണിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതായിരിക്കും. ഇതിനിടെ പെട്ടെന്ന് ഡോക്ടർ പാലിക്ക് അവിടെ ഒരു ഫോൺ കോൾ വരുന്നു. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിയെ ചികിത്സിക്കാനായി പെട്ടെന്ന് ഡോക്ടർ പാലിക്ക് അവിടുന്ന് മാറേണ്ടി വരുന്നു. പക്ഷെ അയാൾ ഹെലനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ വരും, നീ ഒരുങ്ങിയിരുന്നോളാൻ. Love, honor, and keep him in sickness and in health, and forsaking all others, keep thee only unto him, so long as ye both shall live. Signify by saying, I do. Say, 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 I do. സ്വന്തം അമ്മയും ജ്യേഷ്ഠനും തന്നെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തിയതിനാൽ സ്റ്റീഫൻ മൊത്തത്തില് രോഷാകുലനായി. സ്റ്റീഫന്റെ പെട്ടെന്നുള്ള ഈ സ്വഭാവ വ്യതിയാനം ബ്ലാഞ്ചയെ ആകെ കൂടി അങ്കലാപ്പിലാക്കി. അത് മാത്രമല്ല, സ്റ്റീഫനുമായിട്ടുള്ള ബന്ധം തുടരുന്നത് തന്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് വരെ അവൾ ഭയപ്പെട്ടു. പെട്ടെന്ന് ഹെലൻ അവിടുന്ന് പോകുമെന്നുള്ള വിവരം ബ്ലാഞ്ചെ അറിഞ്ഞു. ബ്ലാഞ്ചെ പയ്യെ ഹെലന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാനും നിന്റെ കൂടെ ഒപ്പം വന്നോട്ടെ. അവളുടെ അവസ്ഥയെ മാനിച്ച് ഹെലൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഹെലന്റെ കൂടെ ബ്ലാഞ്ചയ്ക്ക് പോകേണ്ടതിനാൽ അവൾ തന്റെ സ്യൂട്ട് കേസ് എടുക്കാനായി താഴെ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അവൾ സർപ്പിള ഗോവണിപ്പടി ഇറങ്ങി താഴെ ബേസ്മെന്റിലെത്തി. അവിടെ വല്ലാണ്ട് ഇരുട്ടാണ്. എങ്കിലും അവൾ അതെല്ലാം മറികടന്ന് തന്റെ സ്യൂട്ട് കേസ് എടുക്കുന്നതിനിടെ പെട്ടെന്ന് ആ ക്രൂരത നിറഞ്ഞ കണ്ണുകൾ അവിടെ അവൾ ദർശിച്ചു. കൊലപാതകി ആ ബേസ്മെന്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കൊലപാതകി അവളുടെ നേരെ തിരിഞ്ഞ് അവളെ അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. അവിടെയും സംവിധായകൻ പ്രേക്ഷകരുടെ മുമ്പിൽ കൊലപാതകയുടെ കണ്ണുകൾ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. ഏറെ സമയം കഴിഞ്ഞിട്ടും ബ്ലാഞ്ചയെ കാണാത്തതിനാൽ ഹെലൻ പയ്യെ ബേസ്മെന്റിലേക്ക് പോകുന്നു. താഴെ ബേസ്മെന്റിൽ ചെന്ന് മരിച്ചു കിടക്കുന്ന ബ്ലാഞ്ചയുടെ മൃതശരീരം കണ്ട് ഹെലൻ ഞെട്ടിത്തരിച്ചു പോകുന്നു. പെട്ടെന്ന് തന്നെ അവിടെ അവൾ സ്റ്റീഫനെ കാണുന്നു. സ്റ്റീഫനെ കണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടുകയും അതോടൊപ്പം തന്നെ അവൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു. സ്റ്റീഫൻ അവളുടെ അടുക്കൽ പറയുന്നു, ഞാനല്ല അവളെ കൊന്നത്, ഞാൻ ഇവിടെ വന്നപ്പോൾ അവൾ ഇവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. നമുക്ക് പെട്ടെന്ന് അവളുടെ മൃതശരീരം ഇവിടുന്ന് മാറ്റാം, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ എന്നെ സംശയിച്ചേക്കാം. അയാളുടെ വാക്കുകൾ കേട്ട് ഹെലൻ അയാളുടെ കൂടെ ആ മൃതശരീരം എടുക്കുന്നതിനിടെ സൂത്രത്തിൽ അവൾ സ്റ്റീഫനെ തട്ടിമാറ്റി അവിടെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. അവൾ ഓടി സർപ്പിള കോണിപ്പടിയിലൂടെ കയറി മുകളിൽ ചെന്ന് അടുക്കളയിൽ ചെന്ന് മിസ്സിസ് ഓട്സിനെ ഉണർത്താൻ ശ്രമിക്കുന്നു. മദ്യലഹരിയിലായിരുന്ന മിസ്സിസ് ഓട്സ് എണീക്കുന്നില്ല. പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് എല്ലാരെയും വിളിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആരെയും കാണാത്തതിനാൽ അവൾ അവിടെ ചെന്ന് ടെലിഫോൺ എടുത്ത് ഡോക്ടർ പാലിയെ ഡയൽ ചെയ്യുന്നു. ഡോക്ടർ പാലിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. അവിടെ അവളുടെ കുറവുകൾ തന്റെ ജീവിതത്തെ എന്തുമാത്രം ബാധിച്ചു എന്ന് അവൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവൾ നെടുവീർപ്പിട്ട് കരയുകയും ചെയ്യുന്നു. സങ്കടപ്പെട്ട് അവൾ മിസ്സിസ് വാരന്റെ അടുക്കിലേക്ക് പോകുന്നതിനിടെ ആൽഫ്രഡ് അവളുടെ അടുക്കിലേക്ക് വരുന്നു. അവളുടെ പരിഭ്രാന്തി കണ്ട് മനസ്സിലാക്കി ആൽഫ്രഡ് അവളോട് ചോദിക്കുന്നു, എന്ത് പറ്റി? പെട്ടെന്ന് അവൾ ഒരു പേപ്പറിൽ താൻ പറയാനിരുന്ന കാര്യങ്ങളെല്ലാം എഴുതി ആൽഫ്രഡിനെ കാണിക്കുന്നു. പെട്ടെന്ന് സിനിമയുടെ മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ മാറുകയാണ്. അവൾ പേപ്പറിൽ എഴുതി കൊടുത്തത് കണ്ട് ആൽഫ്രഡിന്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നു. നമ്മൾ പ്രേക്ഷകർ ആദ്യം മുതലേ കണ്ടിരുന്ന കൊലപാതകിയുടെ ആ കണ്ണുകൾ മറ്റാരുടെയും ആയിരുന്നില്ല, ആൽഫ്രഡിന്റെ ആയിരുന്നു. ആൽഫ്രഡ് ആയിരുന്നു ആ കൊലപാതകി. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റാണ് സംവിധായകൻ അവിടെ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. പെട്ടെന്ന് ആൽഫ്രഡിന്റെ ഭാവ വ്യത്യാസം കണ്ട് ഹെലൻ മനസ്സിലാക്കുന്നു സത്യത്തിൽ കൊലപാതകി ആൽഫ്രഡ് ആയിരുന്നു എന്ന്. സ്റ്റീഫൻ നിരപരാധിയാണ് എന്ന് അവൾ അവിടെ അനുമാനിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഇതിന്റെ മുമ്പ് നടന്ന 3 കൊലപാതകങ്ങളും താൻ തന്നെയാണ് ചെയ്തു എന്നുള്ള സത്യമെല്ലാം അയാൾ ഹെലന്റെ അടുക്കൽ പറയുകയാണ്. And there's no room in the whole world for imperfection. ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പറയുകയാണ്, ബലഹീനരായിട്ടുള്ളവരെ എനിക്കൊട്ടും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ എന്തിനാണ് ജീവിക്കുന്നത്? നിന്നെപ്പോലുള്ളവർ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പരുക്കന്മാരായിട്ടുള്ളവരും ബലഹീനരായിട്ടുള്ളവരും ഭൂമിയിൽ ഉണ്ടാവുന്നത്. നിന്നെപ്പോലുള്ളവർ മരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ആൽഫ്രഡിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ മനസ്സിലാകുന്നു, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായ ഒരു സൈക്കോ കൊലയാളിയായിരുന്നു ആൽഫ്രഡ്. Because I made sure there was no ether. And Blanche, whom I loved, didn't love me. So she had to die. അവൾ പേടിച്ച് വരണ്ട് മുകളിലേക്ക് മിസ്സിസ് വാരന്റെ മുറിയിലേക്ക് ഓടുകയാണ്. അവളെ കൊല്ലാനായി ആൽഫ്രഡ് പുറകെ ഓടും. പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ല് മുഴങ്ങുന്നു. തന്റെ ദൗത്യത്തെ തടസ്സം പിടിക്കുന്ന ആരാണെന്ന് അറിയാൻ അയാൾ വാതിൽ തുറക്കുന്നു. അത് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. കോൺസ്റ്റബിൾ ചോദിക്കുന്നു, എന്തെങ്കിലും സംശയാസ്പദമായി സംഭവിക്കുന്നുണ്ടോ? ആൽഫ്രഡ് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഹെലന്റെ ജീവൻ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റബിൾ അതോർത്ത് ഭയപ്പെടുകയേ വേണ്ട. ആൽഫ്രഡിനെ അത്രയും വിശ്വാസമായിരുന്ന കോൺസ്റ്റബിൾ അയാളുടെ വാക്കുകൾ സത്യമാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കോൺസ്റ്റബിൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയെ കയറിയ സമയം നോക്കി ഹെലൻ ജനാലക്കരികിൽ നിന്ന് കോൺസ്റ്റബിളിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കോൺസ്റ്റബിൾ ഇതൊന്നും കേൾക്കുന്നില്ല. താൻ എന്തായാലും വിളിക്കാൻ ശ്രമിച്ചിട്ടും കോൺസ്റ്റബിൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹെലൻ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വാസ് എടുത്ത് ജനാല എറിഞ്ഞു പൊട്ടിക്കുന്നു. അപ്പോഴേക്കും കോൺസ്റ്റബിൾ പോയി കഴിഞ്ഞിരുന്നു. താൻ ഉറപ്പായി മരിക്കുമെന്ന് ഹെലൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ മിസ്സിസ് വാരന്റെ തോക്ക് അവൾ ആ മുറിയിൽ തിരയുന്നു. പക്ഷേ തോക്ക് എങ്ങും കണ്ടെത്താൻ അവൾക്ക് സാധിക്കുന്നില്ല. ഇനി തന്നെ രക്ഷിക്കാനായിട്ട് സ്റ്റീവന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കുന്നു. അതിനായി താഴെ ബേസ്മെന്റിൽ പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റീവനെ വിളിക്കുവാനായി അവൾ ശബ്ദമുണ്ടാക്കാതെ സർപ്പിള ഗോപുണിമടി ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ വരുന്നത് കണ്ട് ബേസ്മെന്റിന്റെ തുടക്കത്തിൽ തന്നെ ആൽഫ്രഡ് മറഞ്ഞിരുന്നു. ആൽഫ്രഡ് ഒളിഞ്ഞിരിക്കുന്നത് അറിയാതെ അവൾ പതിയെ പതിയെ കോണിപ്പടി ഇറങ്ങി ഏകദേശം ബേസ്മെന്റിൽ എത്തിച്ചേരാറായി. കൃത്യം ബേസ്മെന്റിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ ആൽഫ്രഡ് അവളുടെ മുമ്പിലേക്ക് കുതിച്ചു വന്നു. അവളെ കൊല്ലാൻ വേണ്ടി തുടങ്ങുന്ന ആ നിമിഷം പെട്ടെന്നൊരു വെടിയുതിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മിസ്സിസ് വാരനായിരുന്നു. ആൽഫ്രഡ് കൊല്ലാൻ തുടങ്ങുന്നതെല്ലാം മിസ്സിസ് വാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനായി അവരുടെ കാല് തളർന്നു പോയെങ്കിലും അവർ എഴഞ്ഞു വന്ന് അയാളുടെ നേരെ വെടിയുതിർത്തു. വീണ്ടും 2-3 വെടിയും കൂടി ഉതിർത്തതോടുകൂടി ആൽഫ്രഡ് അവിടെ മരിച്ചു വീണു. അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ മിസ്സിസ് വാരൻ സ്വസ്ഥതയോടുകൂടി അവിടെ തളർന്നിരുന്നു പോകുന്നു. ഇതിനിടെ പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റീവനെ പോയി ഹെലൻ പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരുന്നു. തന്റെ മകനാണ് കൊലപാതകി എന്നായിരുന്നു മിസ്സിസ് വാരൻ അത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. സ്റ്റീഫൻ കൊലപാതകി അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയ മിസ്സിസ് വാരന് അതൊരു വലിയ ആശ്വാസമായിരുന്നു. അവസാനം ഇതെല്ലാം ഡോക്ടർ പാലിയെ വിളിച്ചറിയിക്കാനായി ഹെലൻ ടെലിഫോണിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവൾ ഡോക്ടർ പാലിയുടെ നമ്പർ ഫോണിൽ അമർത്തുന്നു. പെട്ടെന്ന് അത്രയും നാളും അവൾ ആഗ്രഹിച്ചിരുന്ന അവളുടെ സംസാരശേഷി അവൾക്ക് വീണ്ടും കിട്ടുകയാണ്. ഒരു വലിയ തീപിടുത്തത്താലുണ്ടായ അപകടത്തെ തുടർന്നാണ് ഹെലന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയത്. ആ കാഴ്ച കണ്ടു നിന്ന ഞെട്ടലിലാണ് ഹെലന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടത്. ഇന്ന് അതുപോലെ തന്നെ അവളുടെ ജീവൻ അപകടത്തിലാണ്, താൻ മരിക്കുമെന്ന് ഉറപ്പു വന്ന ആ ഞെട്ടലിൽ അവളുടെ സംസാരശേഷി അവൾക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തന്റെ സംസാരശേഷി വീണ്ടും കിട്ടിയ സന്തോഷത്തിൽ അവൾ ഡോക്ടർക്ക് മെസ്സേജ് അയക്കുന്നു, ഡോക്ടർ പാലി എത്രയും വേഗം വരണം, ഇത് ഹെലനാണ്. അവിടെ ചിത്രം അവസാനിക്കുന്നു. ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങളിൽ എടുത്തു പറയേണ്ടത് നിക്കോളാസ് മുസൂറാക്കയുടെ ഛായാഗ്രഹണ മികവും അതിനോട് ഉതകുന്ന റോയി വെബിന്റെ പശ്ചാത്തല സംഗീതവുമാണ്.
പെർഫോമൻസുകളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഹെലനായിട്ട് അഭിനയിച്ച ഡൊറോത്തി മാഗ്വയറിന്റെ പെർഫോമൻസ്. തുടക്കത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ ദയനീയാവസ്ഥയും അതോടൊപ്പം ക്ലൈമാക്സിൽ അവർക്ക് ആ സംസാരശേഷി വീണ്ടും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷവും ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് അവർ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാണുന്ന ഏത് പ്രേക്ഷകനും ക്ലൈമാക്സിൽ കണ്ണ് നനയിക്കാതെ ചിത്രം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. അവരോടൊപ്പം തന്നെ മിസ്സിസ് വാരനായിട്ട് അഭിനയിച്ച ഈദൽ ബാരിമോറുടെ പെർഫോമൻസും ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാരക്ടർ റോളുകളിൽ ഒന്നായി നമുക്ക് പരിഗണിക്കാം. റോബർട്ട് സിയോൺമായ്ക്ക് സംവിധാനം ചെയ്ത ദ സ്പൈറൽ സ്റ്റെയർകേസ് എന്ന ഈ സിനിമ ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നായി എന്നും പരിഗണിക്കപ്പെടുന്നു. വിൻറ്റേജ് സൂമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.